അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് പറയാൻ പോണത് ഈ വരുന്ന 23-ാം തീയതി ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്ന മോട്ടോറോള വാഷിംഗ് മെഷീൻ്റെ ബില്ലും അത് നമ്മൾ എക്സ്ട്രാ വാറൻറ്റി ആയിട്ട് 1 ഇയറിൻ്റെ ഒരു വാറൻറ്റി ആയിട്ടുള്ള ബില്ലും അതുപോലെ തന്നെ കംപ്ലീറ്റ് അപ്ലയൻസിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും കൊണ്ടും കൂട്ടി വാങ്ങിയിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഓരോ വേൾപൂളിൻ്റെ ഫ്രിഡ്ജും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നല്ല ഞാൻ പറയാം. ആദ്യം വാഷിംഗ് മെഷീൻ്റെ കാര്യം പറയാം. വാഷിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞാലിപ്പോൾ ഞങ്ങൾ വീടിരുന്നത് ഫെബ്രുവരി 24-ാം തീയതിയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത് ഫിറ്റ് ചെയ്യാനുള്ള ആൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈ ഓർഡേഴ്സിൽ പോയിട്ട് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് തന്നെ നമ്മൾ അതിനുള്ള സെറ്റിങ്സ് ചെയ്യണം അവർ വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് സെറ്റിങ്സിൽ ചെയ്തിട്ട് ഫെബ്രുവരിയിൽ വീടിരുന്ന ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സെറ്റിങ്സിൽ പോയിട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് മാർച്ച് പകുതിയൊക്കെ ആയിട്ടാണ് ആൾ വന്നത്. മാർച്ച് പകുതിയൊക്കെ ആയിട്ട് ആൾ വന്നതിൻ്റെ ശേഷം ആൾ ഫിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സംഭവം വർക്കാവണില്ല. അതിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ അത് ഓണാവണേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഡെഡ് ആയിക്കണു, ഇതിൻ്റെ ബോഡി ഫുൾ പോയിക്കണു, ഇത് വർക്കാവില്ല, ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഒന്ന് പോയിട്ട് സംസാരിക്കട്ടെ, നിങ്ങൾക്ക് ഇത് റിട്ടേൺ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇവിടുന്ന് പോയത്. അയാൾ പോയി 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്കുള്ള സാധനം വരുന്നുണ്ട്, ഇത് തിരിച്ചു കൊടുത്താൽ മതി, സാധനം വരുന്നുണ്ട് പറഞ്ഞിട്ട് അയാൾ കുറച്ച് ദിവസം നമ്മളങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞു. അത് അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയി. ആയിക്കോട്ടെ വരുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങളിരുന്നു. അങ്ങനെ അയാളുടെ 1 മാസം കഴിഞ്ഞിട്ടും അയാൾ വിവരമൊന്നും ഇല്ലാത്ത കാര്യം തിരിച്ചു വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതിനിടയിൽ ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു 1-2 പ്രാവശ്യം. അപ്പോൾ അയാൾ പറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളോട് അങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വിശ്വസിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് സാധനം ഡെഡ് ആയിക്കണു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ടൈം കഴിഞ്ഞിക്കണു, ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ റിട്ടേൺ തരണ്ട, ഇത് നേരാക്കി തരാനുള്ള ഒരു ഇതുണ്ടല്ലോ, കാരണം ഞങ്ങൾ എക്സ്ട്രാ വാറൻറ്റി എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്കിത് നേരാക്കി തരാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് അത് നമ്മൾ ആദ്യമൊന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മെസ്സേജ് വരും, ഇന്ന ദിവസം ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ആൾ വരും, ആളെ കോള് എക്സ്പെക്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് ഒരു നമ്പറും ഇതുപോലെ ഓരോ മെസ്സേജുകളും വരും. ബാക്കി ഞാൻ അടുത്ത പാർട്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് അടുത്ത വീഡിയോ കൂടെ കണ്ടതിൻ്റെ ശേഷം മാത്രം പ്രൊഡക്റ്റ്